കക്കൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വാഹനം പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാരനെ വാഹനം ഇടിപ്പിക്കാൻ ശ്രമം. മലപ്പുറം തിരൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ നിർമ്മലിനെയാണ് വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചത്. 3 പേരെ പോലീസ് പിടികൂടി. പ്രതികളെ 35 കിലോമീറ്ററോളം പിന്തുടർന്നാണ് പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. ജംഷീർ കൊടിഞ്ഞുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഇത് എപ്പോഴാണ് സംഭവം? മലപ്പുറം തിരൂരിലാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിക്കാൻ ശ്രമമുണ്ടായത്. തിരൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ നിർമ്മലിനെയാണ് വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചത്. 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജംഷീർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഇതെപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരൂർ സ്റ്റേഷൻ പരിധിയിലെ പച്ചാട്ടിയിൽ വെച്ചായിരുന്നു ഈ വാഹനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പോലീസ് ഈ വാഹനം പരിശോധിക്കുന്നതിന് വേണ്ടി കൈ കാണിക്കുകയും തടയാൻ ശ്രമിക്കുകയുമായിരുന്നു. അതേസമയം ഈ വാഹനം നിർത്താതെ പോലീസുകാരെ ഇടിപ്പിക്കൊണ്ട് വെട്ടിച്ചു മാറ്റി പോവുകയുമായിരുന്നു. തുടർന്ന് ഈ വാഹനത്തെ പോലീസ് പിന്തുടർന്നു. ആദ്യം താനൂർ ഭാഗത്തേക്കാണ് പോയത്. താനൂർ പോലീസിന്റെ സഹായം തിരൂർ പോലീസ് തേടി. പിന്നീട് അവിടുന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് വന്നു. പിന്നീട് പരപ്പനങ്ങാടി പോലീസിന്റെ സഹായം തേടി. അങ്ങനെ പരപ്പനങ്ങാടി ഭാഗത്ത് നിന്ന് പരപ്പനങ്ങാടി പോലീസിന്റെയും സഹായത്തോടു കൂടി ചാലിയം ഭാഗത്ത് വെച്ച് ഏതാണ്ട് 35 കിലോമീറ്ററോളം പിന്തുടർന്നാണ് ഈ വാഹനം പിന്നീട് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന നടത്തിയത്. ആ സമയത്തായിരുന്നു പോലീസുകാർക്ക് നേരെ, അതായത് തിരൂർ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ നിർമ്മലിനെയാണ് ഇത്തരത്തിൽ വാഹനം ഇടിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ചാപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് റാഫി, അങ്ങാടിപ്പുറം സ്വദേശി ഫൗസാൻ, കടുങ്ങുപുരം സ്വദേശി ജംഷീർ എന്നിവരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്.